ഇന്ത്യൻ സേനയിലെ 3 പ്രമുഖ വിഭാഗങ്ങളിൽ ഒന്നാണ് ഭാരതീയ വായുസേന അഥവാ ഇന്ത്യൻ വ്യോമസേന, ഇന്ത്യൻ എയർഫോഴ്സ്. കരസേന, നാവികസേന എന്നിവയാണ് മറ്റു 2 വിഭാഗങ്ങൾ. ഇന്ത്യയുടെ വ്യോമസൈനിക പ്രവർത്തനങ്ങളുടെ ചുമതലയുള്ള സേനാ വിഭാഗമാണ് ഇന്ത്യൻ വായുസേന. ഏകദേശം 1,70,000 അംഗബലമുള്ള ഇന്ത്യൻ വായുസേന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 4ാമത്തെ വായുസേനയാണ്. എയർ ചീഫ് മാർഷൽ ബിരേന്ദർ സിംഗ് ധനോവയാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഇപ്പോഴത്തെ മേധാവി. ഇന്ത്യൻ എയർഫോഴ്സ് ആക്ട് അനുസരിച്ച് 1932 ഒക്ടോബർ 8 ഇന്ത്യൻ വ്യോമസേന രൂപീകൃതമായി. തുടക്കത്തിൽ 6 ഓഫീസർമാരും 19 ഭടന്മാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ എളിയ രീതിയിലായിരുന്നു തുടക്കമെങ്കിലും 5 വർഷത്തിനുള്ളിൽ 1938 ഫ്ലൈറ്റുകളുടെ എണ്ണം 3 ഉയരുകയും സ്ക്വാഡ്രൺ നിലവിൽ വരികയും ചെയ്തു. 1937 വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിലും 1939 ബർമ മുന്നണിയിൽ ഗോത്രവർഗ്ഗങ്ങൾക്കെതിരായും വ്യോമസേന പ്രവർത്തനനിരതമാവുകയുണ്ടായി. ഇവയായിരുന്നു യുദ്ധരംഗത്ത് ഭാരതീയ വായുസേനയുടെ ആദ്യകാലത്തെ പ്രായോഗിക അനുഭവം. 2ാം ലോക മഹായുദ്ധത്തിലെ സജീവ പങ്കാളിത്തത്തോടെ ഇന്ത്യൻ വ്യോമസേന ഏറെ പ്രായോഗിക അനുഭവങ്ങൾ നേടുകയും വികാസം പ്രാപിക്കുകയും ചെയ്തു. 2ാം ലോക മഹായുദ്ധം അവസാനിക്കുമ്പോൾ ഭാരതീയ വായുസേനയ്ക്ക് 9 സ്ക്വാഡ്രനുകൾ നിലവിൽ വന്നു കഴിഞ്ഞിരുന്നു. ഇതിനു പുറമെ ഒരു ചരക്ക് കയറ്റിറക്ക സ്ക്വാഡ്രനും രൂപം കൊണ്ടുവരികയുണ്ടായിരുന്നു. 2ാം ലോക മഹായുദ്ധത്തിൽ വഹിച്ച ധീരമായ പങ്ക് കണക്കിലെടുത്ത് ഈ സേനയ്ക്ക് റോയൽ എന്ന ബഹുമതി പദം നൽകിയതോടെ ഇതിന്റെ പേര് റോയൽ ഇന്ത്യൻ എയർഫോഴ്സ് എന്നായി മാറി. ഇന്ത്യ റിപ്പബ്ലിക് ആയതോടെ സേനയുടെ പേർ ഇന്ത്യൻ വ്യോമസേന എന്നാക്കി മാറ്റി.